ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പരിശുദ്ധനായ ദൈവം തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങളോട് വചനം പറയാൻ ലഭിക്കുന്ന ഈ ഒരു അവസരവും സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ചിന്തകൾ ആർക്കൊക്കെയോ ദൂരത്തിരിക്കുന്നവർക്കും ചാരത്തിരിക്കുന്നവർക്കും ഏറെ പ്രയോജനപ്പെടാൻ, ശക്തീകരിക്കപ്പെടാൻ, നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, കുറേയും കൂടി ബലപ്പെടുവാൻ, കുറേയും കൂടി നമ്മെ തന്നെ കാണുവാൻ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെ ആത്മാവിൽ കണ്ടുണരുവാൻ അനേകർക്കിടയാക്കി തീർക്കുന്നു എന്നുള്ള അതീവ സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം സർവശക്തനായ ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഒന്നോടെ വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. നിങ്ങളുടെ വാക്ക് കേട്ടോ, പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ആണ് എന്നാണ്, എന്നല്ല, ആയിരുന്നു എന്ന് ഭൂതകാല പ്രയോഗത്തിലാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ അല്ല, ആയിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം പത്മോസിൽ നിന്ന് യോഹന്നാൻ പുറത്തു വന്നു. പത്മോസിൽ കിടന്നല്ല യോഹന്നാൻ മരിച്ചത്. പത്മോസിൻ്റെ നിഗൂഢമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന്, ആ പശ്ചാത്തലത്തിൽ നിന്ന് യോഹന്നാൻ പുറത്തു വന്നു. പത്മോസിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം വർണ്ണിച്ചാലും പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള അഗാധമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ഏറ്റവും ഭയാനകവും കാഠിന്യവുമാക്കാൻ വേണ്ടി റോമൻ സർക്കാർ അന്നേ കാലത്ത് നാട് കടത്തപ്പെടുന്ന കൊടും കുറ്റവാളികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നൊരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ആ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ കിടന്ന് മരിക്കുന്ന ആളുകൾ ഹതഭാഗ്യവാന്മാരാണ്. ഒരിറ്റു വെള്ളമില്ലാതെ ഇഞ്ചിഞ്ചായി ചുട്ടുവഴുക്കുന്ന വെയിലത്തും മരം കൊച്ചുന്ന തണുപ്പത്തും ഒരുപോലെ ആകാശത്തിലെ കഴുകന്മാർ വട്ടമിട്ട് പറന്ന് മാംസം കുത്തിവലിച്ച് മരിക്കുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യനെ മാംസദാഹികളായിരിക്കുന്ന കഴുകന്മാർ കൊത്തിപ്പറച്ച് തിന്ന് അങ്ങനെയൊക്കെ മരിക്കുന്നതെന്നാണ് പത്മോസിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആളുകൾ പരാമർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ പോലും പത്മോസിൽ കൊണ്ടാക്കിയ ആളുകൾ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഭയാനകമായ റിപ്പോർട്ടാണ് റോമൻ പശ്ചാത്തലത്തിൽ കേട്ടിട്ടുള്ളത്. എന്നാൽ യോഹന്നാനെ ദൈവമായ കർത്താവ് ഏത് വഴിക്കെന്നറിയില്ല. വ്യാഖ്യാതാക്കളൊന്നും അതിനെക്കുറിച്ച് അധികം എഴുതിയിട്ടില്ല. യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വാക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ശരീരത്തോടുകൂടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആത്മാവിൽ, ഒരാത്മീക ദർശനത്തിൽ, ആത്മീക വിവശതയിലൊക്കെയാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും സ്വർഗം മുഴുവൻ കണ്ട് തിരിച്ചു വന്ന യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് പത്മോസിൽ കിടന്നുകൊണ്ട് എഴുതിയതല്ലിത്. പത്മോസിലേക്ക് പോയത് ഒരു വെളിപ്പാട് എഴുതാനോ ലേഖനം എഴുതാനോ ഒരു പുസ്തകം എഴുതാനുള്ള അന്തരീക്ഷത്തിലല്ലല്ലോ. പത്മോസിൽ നിന്ന് തിരിച്ച് ഭൂമിയിൽ മറ്റൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ സുരക്ഷിതമായൊരു സ്ഥാനത്ത് എത്തിയതിന് ശേഷം അദ്ദേഹം എഴുതിയതാണ് വെളിപ്പാട് പുസ്തകം. വയോധികനായിരിക്കുന്ന സമയത്ത്. ഇന്ന് ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ടെഴുതിയിരിക്കുന്നത് ഏത് തടസ്സത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അനേക ഭാഗങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ വാക്യവും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിചിതമുള്ളതായിരിക്കാം. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്നെ ആത്മീക ചിന്തയാണ്. ഏതൊരുവനെയും ഏത് സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രത്യേകിച്ച് ലോകം നമ്മളെ ബാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ
വഴിയടച്ച് പുറത്തു വരാത്ത രീതിയിൽ മരണം വരെയും ഒരേ സ്ഥിതിയിൽ അകപ്പെട്ട് കിടക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ അന്ധകാര ശക്തികളും ഇവിടുത്തെ മാനുഷിക ശക്തികളും രാഷ്ട്രീയ ശക്തികളും ഈ ലോകം ഭരിക്കുന്ന ദുഷ്ടാത്മസേനകളും, ഞാൻ ഉദ്ദേശിച്ചത് ഭരണകൂടങ്ങളെയല്ല, ആത്മീകമായിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭു പിശാചായിരിക്കയാൽ അന്ധകാര വ്യാപാര ശക്തികൾ ഓരോ സ്ഥലങ്ങളിൽ വളരെ ശക്തമായിരിക്കുന്ന സാന്നിധ്യമിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ച് മാനവനെ ബുദ്ധിമുട്ടിപ്പിക്കാമെന്നതിൻ്റെ പരമാവധി, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദണ്ണിപ്പിക്കാൻ പിശാചിൻ്റെ ശക്തികളും ദുർഭൂത ശക്തികളും ആവഹിച്ച് വിവിധ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ, മനുഷ്യർക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വന്തം ഭവനം പോലും തടവറയാക്കി മാറ്റുമ്പോൾ, അതിൻ്റെ നടുവിൽ നിന്ന് ഒരു കാലത്തും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുർമോഹങ്ങളോടെ പൈശാചിക ശക്തികൾ ദൈവത്തിനുള്ളവരെ പോലും അടച്ചിടാൻ ശ്രമിക്കുമ്പോൾ, അതിനകത്തിറങ്ങി വന്ന് വിടുവിച്ച ദൈവത്തെ എത്രയോ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. അങ്ങ് എവിടം മുതൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ യോസേപ്പിനെ കാരാഗ്രഹത്തിനകത്ത് ചെയ്യാത്ത കുറ്റം പറഞ്ഞിട്ടിട്ട് അതിനകത്തു നിന്ന് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവന്ന് ഫറവോൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ സിംഹാസനം വെച്ചു കൊടുത്ത ദൈവമല്ലേ? പൊട്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരില്ലെന്നല്ലേ സഹോദരന്മാർ വിചാരിച്ചത്? ജയിലിൽ നിന്ന് പുറത്തു വരത്തില്ലെന്നല്ലേ പൊത്തിഫോറും വീട്ടുകാരും വിചാരിച്ചത്? പക്ഷെ സ്വർഗസ്ഥനായ ദൈവം അടച്ചിട്ടടുത്ത് നിന്ന്, ലോകം അടച്ചിട്ടടുത്ത് നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തെക്കാൾ ശക്തനായി ആരുണ്ട്? അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ഒരു കാലത്തും പുറത്തു വിടാതെ അടിമകളായി വെച്ച് ആഘോഷമാക്കി മാറ്റാം അവരുടെ ജീവിതമെന്ന് വ്യാമോഹിച്ച ഫറവോനെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ് സംഹാര താണ്ഡവം മിസ്രയീമിൽ സംഹാര ദൂതൻ ഇറങ്ങി വന്ന് ചെയ്ത് തൻ്റെ ജനത്തെ ചെങ്കടൽ കയറ്റി മരുഭൂമിയിലേക്ക് കയറ്റി വിട്ടിട്ട് മേഘത്തണലിൽ നിർത്തിയ ദൈവമല്ലേ നമ്മുടെ ദൈവം? ദുഷ്ടലോകം എവിടെയൊക്കെ മനുഷ്യനെ അടച്ചിടാൻ നോക്കിയാലും ദൈവത്തിന് പ്രിയമുള്ളവരായാൽ അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നുള്ള വസ്തുത എത്രയോ സ്പഷ്ടമാണ്. ഇസ്രായേൽ മക്കളെ വിടിവിപ്പാൻ വേണ്ടി നിയോഗിച്ച മോശയെ ഞാങ്കണ പെട്ടകത്തിനകത്തിട്ട് വെള്ളത്തിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലേ? 40 വർഷക്കാലം മിസ്രയീമിനെ അടിച്ചു കൊന്ന്, ഒരു ഇസ്രായേലിനെ അടിച്ചു കൊന്ന് മണലിൽ പൂത്തി ആ ഒരു നിലവാരത്തിൽ നാട് വിട്ട് ഓടിയ മോശ 40 കൊല്ലം ആരും അറിയാതെ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ആ കൊടും മരുഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഫറവോൻ്റെ അടുക്കിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ വേണ്ടി വിമോചന നായകനാക്കി മാറ്റാൻ കരുത്തുള്ളവനല്ലായിരുന്നോ കർത്താവ്? എവിടെയൊക്കെയോ ഒളിച്ചു പോയവരെ, എവിടെയൊക്കെയോ പുറത്തു വരാതെ, ആരോ കാണാതെ, ആരും അറിയാതെ, ഇന്നാരൊന്ന് ഞാനിവിടെ ഉണ്ടെന്ന് അറിയല്ലേ എന്ന് ഭാവിച്ച് എന്തൊക്കെയോ ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിട്ട് ജീവിക്കുന്നവരെ ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. കുണ്ടറയ്ക്കകത്തിട്ട് ഇല്ലാതാക്കാൻ നോക്കി യെരമ്യാ പ്രവാചകൻ പുറത്തു കൊണ്ടുവരാൻ ഒരാളെ എഴുന്നേൽപ്പിച്ച് രാജാവുമായിട്ട് സംസാരിപ്പിച്ച വിവരം കോരിത്തരിച്ചുകൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ അടച്ച സന്ദർഭങ്ങളിൽ അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്കോ ആത്മീയതയ്ക്കോ അല്ലെങ്കിൽ ആത്മീക സന്തോഷത്തിനോ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കോ എവിടേക്കോ നിങ്ങളെ മുമ്പിൽ ഇരുമ്പഴികളില്ലാത്ത തടവറകൾക്കകത്ത് വിലങ്ങുകൾ ചങ്ങലകൾ കൊണ്ടല്ലാതെ വാക്കുകൊണ്ടും ആത്മീകമായിട്ട് അന്ധകാര ശക്തിയുടെ കൂട്ടുപിടുത്തം കൊണ്ടും നിങ്ങളെ ഇരുമ്പഴി തീർത്തകത്തിട്ടിരിക്കുന്നെങ്കിൽ, പത്മോസിൽ നിന്ന് യോഹന്നാനെ പുറത്തു കൊണ്ടുവന്ന ദൈവം ചില വിഷയങ്ങളിൽ നിന്ന്, ചില ഭാരങ്ങളിൽ നിന്ന്, ചില രോഗങ്ങളിൽ നിന്ന്, ചില മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, ചില കടഭാരത്തിൽ നിന്ന്, ചില ദേശത്ത് നിന്ന്, ചില സ്ഥാപനത്തിൽ നിന്ന്, ചിലരുടെ മോഹവലയങ്ങൾക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് വിടിവിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ചില ചിന്താഗതികൾ നമ്മളെ പൂട്ടിക്കളയും, ചില സ്വഭാവങ്ങൾ നമ്മളെ ജയിലിലടച്ചതുപോലെ വിട്ടുതരാത്ത നിലവാരത്തിലായിരിക്കും. എന്തുമാകട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക. സ്വർഗം വിശ്വസ്തനാണ്. ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നിങ്ങളെ സമർപ്പിക്കുകയാണ്. ഇനി ഞാൻ പ്രാർത്ഥിക്കാം. ഈ പത്മോസിൽ നിന്ന് ഒരുത്തനും പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്കും ഇതുപോലൊരു സാക്ഷ്യം പറയാൻ അവസരം തരട്ടെ. ഞാൻ ഇന്ന കാരണങ്ങളാൽ, ഇവിടെ കാരണം സ്പഷ്ടമാണ്, അത് ആധ്യാത്മികമാണ്. യേശുക്രിസ്തുവും തൻ്റെ വചനവും തൻ്റെ സാക്ഷ്യവുമാണ്, തന്നോടുള്ള കൂട്ടായ്മയുമാണ് ഇവിടെ എത്താനിടയായി തീർന്നത്. ഇതുപോലെ ആത്മീകത്തിനോ നന്മയ്ക്കോ ഉയർച്ചയ്ക്കോ അനുഗ്രഹത്തിനോ ചിലരുടെ വിടുതലിനോ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് നിങ്ങളാരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ
ഉള്ളറകളിലാണെങ്കിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ കൂട്ടുവേലക്കാരായ കർത്തദാസന്മാർ, മുഖതാവിൽ പരിചയമില്ലാത്തവർ, ചിലരൊക്കെ ജയിലിലാണെന്നറിയുന്നു. അവരെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. ക്രിസ്തുവേശുവുമായിട്ടുള്ള കൂട്ടായ്മ നിമിത്തം, ആത്മീകത നിമിത്തം, ചില നന്മയുടെ ചിന്ത നിമിത്തം ഏതെങ്കിലും വിധത്തിൽ അക്ഷരികമായോ ആത്മീകമായോ ഉള്ളറകളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം സമർത്ഥനെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തടവറയ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള മഹാദൈവത്തിൻ്റെ വലങ്കരത്തിൻ്റെ വ്യാപന ശക്തി ഞങ്ങളീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിറവേറ്റണമേ. ഈ ദൂത് ആർക്കൊക്കെ ഫലിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആയിരങ്ങൾക്ക് ഫലിക്കണമേ. ചിലരെ മാനസിക ശാരീരിക രോഗതലങ്ങളിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരണമേ. തടവറ പൊളിക്കുന്ന ദൈവമേ, ഇന്ന് ഈ ദൂത് ചിലരുടെ തടവറ പൊളിക്കണമേ. അവർക്ക് സാക്ഷ്യത്തിന് അവസരം കൊടുക്കണമേ. യോഹന്നാനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.